ഹലോ എവ്രിവൺ, വെൽക്കം ടു അവർ ചാനൽ. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ തറവാട്ടിൽ ഒത്തുകൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ ഒരു ഈവനിങ് ആയപ്പോൾ എങ്ങോട്ടെങ്കിലും പോവാന്നുള്ളതായി അടുത്ത പ്ലാനിങ്. അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും കൂടി ഫണ്ടാർട്ടിക്ക് കണ്ടുവിട്ടു കേട്ടോ. ഒരൊറ്റ മൈൻഡിൽ ഇതാ കുറച്ച് ചക്കയും അത്യാവശ്യം വാട്ടർ ബോട്ടിലൊക്കെ എടുത്തിട്ടുണ്ട്. കുട്ടികളുണ്ടാകുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യം തിന്നാൻ എടുത്തിട്ടില്ലെങ്കിൽ പണി കിട്ടും. പോകുക എന്ന് പറഞ്ഞതിൻ്റെ ഹാപ്പിനെസ് ആണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു 2 വണ്ടിക്ക് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അധികം ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തി കേട്ടോ. ഏകദേശം 5 മണിയായപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ തോന്നി 5 മണിയാകുമ്പോഴൊന്നും എത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഭയങ്കര ചൂടായിരുന്നു, ഒരു തണുത്ത കാറ്റ് പോലും ഇല്ല. കാറ്റും കൂടി വേണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. അങ്ങനെ അതിൻ്റെ ഉള്ളിലത്തെ കടയിൽ നിന്ന് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ പാർക്കിക്ക് അടുത്ത കലാപരിപാടിയിലേക്ക് കടന്നു. ഇവിടെ അത്യാവശ്യം റൈഡുകൾ ഉണ്ട് കേട്ടോ. പിന്നെ നേരെ ഈ അക്വേറിയം ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അക്വേറിയം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഈ ഷാരക്കുട്ടി ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ഓൾക്ക് അതിൻ്റെ എക്സൈറ്റ്മെന്റ് വേറെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഒരു പേടിയോടെ കണ്ടെങ്കിലും പിന്നെ അത് ഭയങ്കര കൗതുകമായിട്ട് എടുത്തിട്ടോള്. ഇതിൻ്റെ ഉള്ളിൽ AC ആയതുകൊണ്ട് കുറച്ച് നേരം ഇവിടെ തന്നെ നിൽക്കാന്നുള്ളതായിരുന്നു കേട്ടോ. ഞങ്ങൾ വലിയ ആൾക്കാരാ മനസ്സിരിപ്പ്. എന്നാൽ കുട്ടികൾക്കാണെങ്കിലോ അപ്പം തന്നെ പുറത്തിറങ്ങണം. അവർക്ക് റൈഡും കാര്യങ്ങളൊക്കെ പുറത്താണല്ലോ. കേസുട്ടിക്ക് എന്തോ ഇതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നി. ഇനി കളിക്കാനുള്ള ഊറ്റം കൊണ്ടാണോ അങ്ങനെ. പിന്നെ പുറത്തിറങ്ങിയതിന് ശേഷം റൈഡ് കയറാനല്ല കേട്ടോ കൊണ്ടുപോയത്. നേരെ കുറച്ച് പക്ഷികളെയും ജീവികളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. ഇവർക്ക് ഇതെന്താണാവോ, ഒന്നിനും ഒരു അതിശയം കാണുന്നില്ല. ഇതൊക്കെ ഞാൻ വീട്ടിൽ നിന്നും കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള മട്ടില്ല ഓലി നിൽക്കുന്നത്. പിന്നെ ഇയാളെ കണ്ടപ്പോൾ ശരിക്കും ഓലൊന്ന് നെട്ടിട്ടോ. ഇതെന്താ, ഇത് എവിടുന്നാ, ഇതെങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങളായിരുന്നു. പിന്നെ അങ്ങോട്ടുള്ളത് ഓരോ കാഴ്ചകളും ഭയങ്കര രസമായിരുന്നു. ഈ കിളീനെയല്ല കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ആ കൂട്ടിലുള്ള അറ്റത്ത് കുറച്ച് മുട്ടയായിട്ട് അടയിരിക്കുന്ന ആൾക്കാരായിട്ടോ. വല്യപ്പാന്റെ രസം എന്താന്ന് വെച്ചാൽ കുട്ടിക്ക് എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കണം, വാങ്ങിക്കൊടുക്കണം എന്നുള്ളതിലാണ് കേട്ടോ. മൂപ്പർ എൻജോയ്മെന്റ് ഞാൻ കണ്ടത് തീർന്നിട്ടില്ല. കുട്ടികൾക്ക് ഇനി ഒരുപാട് റൈഡിൽ കയറാനുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കുള്ള റൈഡുകളും ഉണ്ട്. പിന്നെ ഈ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ മോളിൽ നിന്ന് നമുക്ക് അടിയിലുള്ള എല്ലാ വ്യൂസും കാണാം. പോരാത്തിന് നല്ല തണുത്ത കാറ്റും. ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ആ തണുത്ത കാറ്റിന്റെ ഫീലിങ്സ് ഒക്കെ വന്നത് കേട്ടോ. എല്ലാ റൈഡും കഴിഞ്ഞ് പിന്നെ ഞാനും മക്കളും അല്ലാത്തവരെല്ലാവരും പൂളിക്കിറങ്ങി. റൈഡൊന്നും ഇല്ലാത്ത ഇഷാര ബേബിക്ക് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഈ തല തൊട്ട് ആ തല വരെ അങ്ങനെ നടന്ന് കളിക്കുകയാണ്. ഓൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെന്റ് വേണ്ടേ. പൂള് കളിക്കാൻ പോയവരൊക്കെ വരുമ്പോഴത്തേക്കിനും പിന്നെ ഇനി ഇറങ്ങാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി വേണ്ടേ. ഞങ്ങൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചുറ്റി കാണുമായിരുന്നു പിന്നത്തെ പരിപാടി. അതിനുശേഷം പിന്നെ അങ്ങനെ എല്ലാവരും ഇറങ്ങി. പുറത്തിറങ്ങി ഞങ്ങൾ നേരെ കാർ പാർക്കിങ് പോയപ്പോഴല്ലേ നെട്ടിയത്. എത്രങ്ങാനും ജനങ്ങളാണ് വന്നിട്ടുള്ളത്. ആ ഒരു ടൈം ആയപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഏതായാലും മടങ്ങാനായി. അപ്പോൾ ഓക്കെ, ബൈ.